അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ചെയ്യുന്ന നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീറ്ററിൻ്റെയോ ക്രീമിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു റെസിപ്പി കാണുന്നത്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് തന്നെ പല വലിപ്പത്തിലുള്ളതുണ്ടല്ലോ. ഞാനിപ്പോൾ ഇവിടെ തീരെ ചെറുതായിട്ടുള്ള ഈ ഒരു നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് വലിപ്പത്തിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. 250 ml കപ്പിൽ ഒരു 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്താൽ മതി. ബാക്കി ചേരുവകളും കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയ നുറുക്ക് ഗോതമ്പാണെങ്കിൽ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 1/2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. പച്ചവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചെറിയതാണെങ്കിൽ കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഒരു 1/2 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഇനി ഒരു നുറുക്ക് ഗോതമ്പ് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന മുഴുവൻ നുറുക്ക് ഗോതമ്പും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കണം. ഒട്ടും തന്നെ തരികളൊന്നും വരാതെ നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് അരച്ചിട്ടെടുക്കണേ. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നല്ല പോലെ കൈ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലേ ആ ഒരു പാലൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടത്തുള്ളൂ. ആദ്യം കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഈ ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിന് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല പോലെ തന്നെ ഞാനൊന്ന് അരിച്ചു എടുത്തിട്ടുണ്ട്. അപ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു മിക്സ് എത്ര കപ്പ് ഉണ്ടെന്ന് ഞാനൊന്ന് അളന്ന് കാണിച്ചു തരാം. അപ്പോൾ 250 ml ഒരു കപ്പിൽ 2.25 കപ്പ് ഉണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അത്യാവശ്യം ഇതുപോലെ വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമ്മളിപ്പോൾ അരിച്ചെടുത്തിരിക്കുന്ന ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു പാലെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ലിറ്റർ പശുവിൻ പാലാണ്. ഒരു 4 കപ്പോളം പശുവിൻ പാൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശുവിൻ പാലും ആ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പാലും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു മിക്സ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടെ പപ്പാതി വെച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത് നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും വേണമെങ്കിലും ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത്യാവശ്യം ഇതൊന്ന് നമുക്കൊന്ന് കുറുകി കിട്ടണം. ഏകദേശം ഒരു 25-30 മിനിറ്റ് ഒക്കെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറുക്കി എടുക്കാമെന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് കുറുകി അങ്ങ് പോകരുത്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം നമുക്കിതൊന്ന് കുറുക്കി എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ മാറ്റി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. നുറുക്ക് ഗോതമ്പ് അരച്ചെടുത്ത ഒരു പാലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു പാലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് കുറുകി കിട്ടും. 1/2 കപ്പ് ചേർത്ത് കൊടുത്തുനിന്ന് മധുരം നോക്കിയപ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു മധുരത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു മധുരം കൂടെ നോക്കിയിട്ട് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3/4 കപ്പ് അളവിലാണ് ടോട്ടൽ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട്
ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് കുറുക്കിയിട്ടെടുക്കണം. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നിന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ ചൂട് നല്ല പോലെ തന്നെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നതിന് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടർ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് ഫ്രീസറിൽ വെക്കുക. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇതുപോലെ വീണ്ടും ഞാനൊന്ന് അടിച്ചെടുത്തതാണിത്. അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ ചൂടൊക്കെ പോയി നല്ല പോലെ തന്നെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമ്മൾ 2 തവണയൊന്ന് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ നമുക്ക് മിക്സിയിൽ നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ മിക്സിയിൽ നല്ല പോലെ തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല ക്രീമി ആയിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് പാത്രത്തിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ വെള്ളമോ ഒന്നും തന്നെ കാണരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു മിക്സെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ്. മൂടിയുള്ള പാത്രമാണെങ്കിൽ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്താൽ മതി. മൂടിയുള്ള പാത്രമാണെങ്കിലും ആദ്യം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ സമയം ഇത് ഫ്രീസറിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളത്തുള്ളികൾ പോലെ ഇതിലേക്ക് ഇങ്ങനെ ഇറ്റ് വീഴും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതിനെ നമുക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് കട്ടായി വരുമ്പോഴത്തേക്കും ഒന്നും കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ടായി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും കൂടെ മിക്സിയിലിട്ടൊന്ന് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, വീണ്ടും നല്ല പോലെ തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമ്മളിത് അടിച്ചിട്ടൊന്നും എടുക്കണ്ട, നല്ല പോലെ തന്നെ ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ നല്ല പോലെ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ഈവനിങ് ഫ്രീസറിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് എടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഉറച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു ഐസ്ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്കൂപ്പർ വെച്ചിട്ടോ ഇതുപോലെ നമുക്ക് ഐസ്ക്രീം എടുക്കാവുന്നതാണ്. നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു വാനില ഐസ്ക്രീമിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിത് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. നമ്മളെടുക്കുന്ന പാത്രങ്ങളിലാണെങ്കിലും ഒരു മിക്സിയുടെ ജാറിലൊന്നും ഒന്നും തന്നെ കാണാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു കുറുക്കിയെടുക്കുന്ന ഒരു പരിവ് അതൊന്ന് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു പുത്തൻ ഐസ്ക്രീമിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.